മഞ്ഞപ്പടയിലേക്ക് ഫ്രാൻസിൽ നിന്നും ഒരു ഡയറക്റ്റ് അറ്റാക്കർ വരുന്നു. KBFCയുടെ പുതിയ സൈനിങ് കെവിൻ യോക്കെ. ആളുടെ പ്രൊഫൈൽ PSG പേരുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹൈപ്പ് ഈ സൈനിങ്ങിനുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലേക്ക് വരുമ്പോഴേക്കും ആ ഹൈപ്പിനുള്ള മുതൽ ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച അക്കാദമികളിലൊന്നായ PSG യൂത്ത് സിസ്റ്റത്തിൽ കളി പഠിച്ചതുകൊണ്ട് പൊട്ടൻഷ്യലിന്റെ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പ്രധാനമായും വിങ്ങറായിട്ടാണ് കളിക്കുന്നത്. ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യും. നല്ല വേഗതയുള്ള താരമാണ്. ഡ്രിബ്ലിംഗ് സ്കിൽ ഉണ്ട്, ബോൾ കൺട്രോൾ ഉണ്ട്, 1-on-1 സിറ്റുവേഷനിൽ ഡിഫൻഡറെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യും. എന്നാൽ ഈ പറയുന്ന പൊട്ടൻഷ്യലിനോട് നീതി പുലർത്തുന്ന താരമായിട്ട് വളരാൻ കെവിൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫ്രാൻസിലും ഗ്രീസിലും ഒക്കെ ലീഗുകളിലായിട്ട് 70+ സീനിയർ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട് എങ്കിലും കരിയറിൽ വെറും 7 ഗോളുകൾ മാത്രമാണ് സമ്പാദിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം 13 അസിസ്റ്റുകളുണ്ട്. വേണമെങ്കിൽ ഒരു ക്രിയേറ്റർ ടൈപ്പ് വിങ്ങർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ക്ലബ് ഫുട്ബോളിൽ വലിയ നേട്ടങ്ങളൊന്നും തന്നെ താരത്തിന് ഇതുവരെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. PSG ബാക്ക്ഗ്രൗണ്ട് ഒപ്പം ഗ്രീസ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഒക്കെയാണ് താരത്തിനൊപ്പം ഉള്ളത്. നല്ല വർക്ക് റേറ്റ് ഉള്ള പ്ലെയർ ആണ്. ഡിസിപ്ലിൻ അടിപൊളിയാണ്. KBFCയുടെ അറ്റാക്കിന് വിട്ട് നൽകാനും കൗണ്ടർ അറ്റാക്കിന് പേസ് നൽകാനും കെവിൻ ഒരു കീ ഓപ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ആശ്വാസത്തിന് വേണമെങ്കിൽ നമ്പേഴ്സിനേക്കാൾ ഇമ്പാക്ട് തരുന്ന സൈനിങ് ആണ് എന്നൊക്കെ പറയാം. ഇന്ത്യ സൂപ്പർ ലീഗിൽ വന്നതിന് ശേഷം മികച്ച താരമായി വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.